കുട്ടികള് എൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കലുണ്ട്. ഞാന് 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ്സിൽ ജയിച്ചു. ഇനി ഞാൻ ഏത് കോഴ്സാണ് എടുക്കേണ്ടത്? പ്ലസ് ടുവിന് ഏതിന് പോകണം? ചിലപ്പോ പ്ലസ് 2 കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഏത് ഡിഗ്രിയാണ് എടുക്കേണ്ടത് എന്ന് ചോദിക്കുന്നത്. ചിലപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അങ്ങനെ ഒരു കരിയർ ഗൈഡൻസിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് എൻ്റെ അടുക്കൽ വരാറുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരിക്കലും ഞാൻ ഇതിന് നിങ്ങൾ ഇന്ന കോഴ്സ് എടുക്കണം, ഇന്ന കോഴ്സ് എടുത്താൽ ഇതിന് ഭയങ്കര അവസരങ്ങളാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ പ്ലസ് 2 കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവും, ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയിട്ടായിരിക്കണം നിങ്ങളൊരു ഒരു കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത്. അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഏതെങ്കിലും നമ്മൾക്ക് ഇന്നുള്ള ഒരു പ്രശ്നം എന്നുള്ളത് കുട്ടികളുടെ ബാക്കിലൂടെ പാരന്റ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇന്ന കോഴ്സാണ് എടുത്തത്, അതുകൊണ്ട് നീ ആ വിഷയം തന്നെ എടുക്കണം. ഇന്നവൻ ഇന്ന കോഴ്സാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് നീ അതെടുക്കണം. അങ്ങനെ ഓരോരുത്തരും പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരും കൂട്ടുകാരും അതേപോലെ ബന്ധുക്കള്, പാരന്റ്സ് ഇവരൊക്കെ ഈ കുട്ടികളുടെ പിന്നാലെയുണ്ട്. ഇന്ന വിഷയം എടുക്കണം, ഇന്ന ഡിഗ്രി എടുക്കണം, ഇന്നത് പ്ലസ് ടുവിൽ എടുക്കണം, സയൻസ് എടുക്കണം. അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടികളെ വല്ലാതെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ പാരന്റ്സ് ആയാലും കുടുംബക്കാരായാലും നിങ്ങളുടെ മക്കളുടെ മേൽ നിങ്ങൾക്ക് ഒരു ആധിപത്യം സ്ഥാപിക്കുകയല്ല വേണ്ടത്. ഇതെന്റെ മോനാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് ചെയ്യണം എന്നുള്ള ഒരു ആധിപത്യം നിങ്ങൾ സൃഷ്ടിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് കൃത്യമായിട്ട് ചിന്തിക്കാനുള്ള ഒരു ശേഷി നൽകുകയാണ് വേണ്ടത്. അവൻ ചിന്തിച്ചിട്ട് അവനിക്ക് എന്താണ് ഏറ്റവും ഇഷ്ടമുള്ളത്, ഏതാണ് അവന്റെ പാഷൻ എന്നുള്ളത് കണ്ടെത്തിയിട്ട് അത് അവനോട് ചൂസ് ചെയ്യാൻ പറയണം. അതാണ് ഈ പാരന്റ്സ് ഒക്കെ ചെയ്യേണ്ടത്. പക്ഷെ ഇന്ന് ചെയ്യുന്നത് അധികാരം ഏറ്റെടുക്കുകയാണ്. അവൻ എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ചെയ്യണം, ഞാൻ പറയുന്നത് എടുക്കണം എന്നുള്ള ഒരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മക്കളും ഈ പാരന്റ്സ് ഒക്കെ അറിയേണ്ടത്, ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, അതിനു മുമ്പ് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള വിഷയങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിന് ഒരു 3 നിയമമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 3 നിയമങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കോഴ്സ് എടുക്കുമ്പോൾ ഈ 3 നിയമങ്ങളാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതില് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ അനുകരിക്കരുത്. അവൻ അതെടുത്തത് കൊണ്ട് ഞാനും അതെടുക്കുന്നു. ഉം, അവൾ അതെടുത്തത് കൊണ്ട് ഞാനും അതെടുക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ചിന്താശേഷി വല്ലാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പടച്ചവന് നിങ്ങൾക്കൊക്കെ ബുദ്ധി തന്നത് അല്ലെങ്കിൽ മൈൻഡ് തന്നത് നിങ്ങളൊക്കെ ചിന്തിച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് മൈൻഡ് കൊടുത്താൽ പോരെ? എല്ലാ മനുഷ്യർക്കും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സ്വയം ചിന്തിച്ച് എന്താണ് ചെയ്യേണ്ടത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഓരോ മനുഷ്യരും അവരൊക്കെ ഒരു യുണീക്ക് പേഴ്സൺ ആണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണ്. ഒരാൾ ഡോക്ടർ ആണെങ്കിൽ ഒരാൾ എഞ്ചിനീയർ ആണ്. ഒരാൾ AI ടെക്നോളജി ആണ്, അല്ലെങ്കിൽ മറ്റൊരാൾ മെക്കാനിക് ആണ്. അങ്ങനെ പല കഴിവുകളാണ് പലർക്കും ഉള്ളത്. അതുകൊണ്ട് അവൻ അതെടുത്തത് കൊണ്ട് ഞാൻ ഇതെടുക്കുന്നു എന്ന് ഒരു കാലത്തും ചെയ്യാൻ പാടില്ല. നിങ്ങൾ എടുക്കുന്ന ഒരു മോശം തീരുമാനമായിരിക്കും അത്. ഒരു ബാഡ് ഡിസിഷൻ ആയിരിക്കും അത്. അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്തെടുത്തു, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്താണുള്ളത് അതെടുക്കുക എന്നുള്ള ലെവലിലേക്ക് മാറരുത്. അതിനു മുമ്പ് ഞാൻ ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം, നിങ്ങൾ 10ാം ക്ലാസ് ജയിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെടുക്കണം, പ്ലസ് ടുവിൽ എന്തെടുക്കണം എന്നുള്ളത് തീരുമാനിക്കണം. കാരണം നിങ്ങളുടെ മാർക്കല്ല നിങ്ങളുടെ കോഴ്സിനെ ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങൾ തീരുമാനിക്കേണ്ടത് 10ാം ക്ലാസ്സിൽ എന്ത് മാർക്ക് നോക്കിയിട്ടല്ല, പ്ലസ് ടുവിലെ മാർക്ക് നോക്കിയിട്ടല്ല നിങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത്. കാരണം നമുക്കുള്ള ഒരു പാഷൻ ഉണ്ടാവും. അതിൽ 10ാം ക്ലാസ്സിൽ ആ വിഷയത്തിൽ മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ പ്ലസ് ടുവിൽ ആ വിഷയത്തിന് മാർക്ക് കുറഞ്ഞതുകൊണ്ട് നമ്മൾ ആ പാഷൻ ഒഴിവാക്കരുത്. നമ്മൾ അതിനെ തേടി പിടിച്ച് കണ്ടെത്തിയിട്ട് വീണ്ടും അതിനെ പഠിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ആ കോഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിൽ ഒന്നാമതായിട്ടുള്ള ഒരു നിയമമാണ്, നിങ്ങൾ ഒരിക്കലും മറ്റൊരാളെ അനുകരിക്കരുത്. കാരണം എല്ലാവരും വ്യത്യസ്തരാണ്. യുണീക്ക് പേഴ്സൺ ആണ്. വ്യത്യസ്തമായ കഴിവുകളാണ്. ഡിഫറന്റ് സ്ഥലങ്ങളാണ്. ഡിഫറന്റ് ഭാഷകളാണ്. ഡിഫറന്റ് നിറമാണ്. അതൊക്കെ എല്ലാം വ്യത്യാസമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. അതുകൊണ്ട് മറ്റൊരാളെ അനുകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത് ഒരിക്കലും. നിങ്ങൾ പ്രത്യേകിച്ച് ഈ കോഴ്സുകളൊക്കെ, കരിയറിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ചിന്തിച്ചുകൊണ്ട് കൃത്യമായിട്ടായിരിക്കണം നിങ്ങൾ ആ ഡിസിഷൻ എടുക്കേണ്ടത്. അതുകൊണ്ട് മറ്റൊരാളെ അനുകരിക്കരുത്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്,
3 പി ആണ്. 3 പി റൂൾസ്. ഈ 3 പി റൂൾസ് എന്താണ് എന്നുള്ളത് ഞാൻ പറയാം. അതിൽ ഒന്നാമത്തെ പി ഉള്ളത് നിങ്ങളുടെ പാഷൻ ആണ്. നിങ്ങളുടെ പാഷൻ എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം അറിയേണ്ടത്. അഥവാ ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവൻ എടുത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നു എന്നുള്ള ആ നിയമം മാറ്റിയിട്ട് ഇതെനിക്ക് പഠിക്കാൻ കഴിയുമോ, ഇതെൻ്റെ ഒരു പാഷൻ ആണോ എന്നുള്ള ഒരു ലെവൽ നിങ്ങൾ ചിന്തിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് കുടുങ്ങിപ്പോവും. നിങ്ങളതൊരു പാഷനാക്കി, ഒന്നുകിൽ നിങ്ങളത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവനാവണം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യമായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സ് എടുക്കുക, അല്ലെങ്കിൽ എടുത്ത കോഴ്സ് ഇഷ്ടപ്പെടുക. രണ്ടിലേതെങ്കിലും ഒരു ലെവൽ നിങ്ങൾ അതിനെ പാഷനാക്കി മാറ്റണം. ഒന്നാമത്തെ പി അതാണ്. രണ്ടാമത്തത് പൊട്ടൻഷ്യൽ. ഒരു കോഴ്സ് എടുക്കുമ്പോൾ അതെനിക്ക് കഴിയുമോ എന്നുള്ള ചിന്ത ആദ്യം ഉണ്ടാവണം. ഒരു മാത്സ് ഇഷ്ടമല്ലാത്തവൻ മാത്സിന്റെ ഒരു കോഴ്സ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ലോകത്തേക്ക് എത്തും. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വരെ ഒരു പിടുത്തം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്കത് കഴിയോ എന്നുള്ള പൊട്ടൻഷ്യൽ ആദ്യം നിങ്ങൾ നോക്കണം. മൂന്നാമതായിട്ട് പ്രോസ്പെക്ട്സ്, അഥവാ ഈ 2-3 വർഷം കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ പഠിച്ചിറങ്ങി, എന്നിട്ട് ഇതിനൊരു ജോലിയുണ്ടോ, ഇതിനൊരു അവസരമുണ്ടോ, ഇത് വളർത്താൻ കഴിയോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ചിന്തിക്കണം. എങ്കിലേ നിങ്ങൾ ഒരു കോഴ്സ് എടുത്തിട്ട് കാര്യമുള്ളൂ. ഒരു ട്രഡീഷണലിലൂടെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടവരല്ല. ഈ പുതിയ ജനറേഷനിൽ ഏറ്റവും നന്നായിട്ടുള്ള അവസരമുള്ള, ഏറ്റവും നല്ല സ്കില്ല് വേണ്ട കോഴ്സ് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇനി മൂന്നാമത്തെ ഒരു നിയമമാണ് പുതിയ കാലത്തെ മാറ്റങ്ങൾ അറിയുക എന്നുള്ളതാണ്. അഥവാ ഇന്നൊക്കെ ഭയങ്കരമായിട്ട് കോഴ്സുകൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡുകൾ ഉള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതേപോലെ AI ടെക്നോളജി, AI അതേപോലെയുള്ളതിനൊക്കെ ഭയങ്കര പുതിയ മാറ്റങ്ങളിലൊക്കെ ഭയങ്കര ഡിമാൻഡുകളുള്ള കോഴ്സുകളാണ്. അപ്പോൾ അതുപോലെയുള്ളത് നമ്മുടെ പാഷനാക്കി മാറ്റാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അങ്ങനെയുള്ളതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇന്ന കോഴ്സ് എടുത്താൽ നിങ്ങൾ വിജയിക്കും, ഇന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ജോലി കിട്ടും, നിങ്ങൾക്ക് ജീവിതം സെറ്റിലാണ് എന്നൊന്നും ഞാൻ പറയില്ല. ഇവിടെ ഒരുപാട് പഠിച്ചവരും വെറുതെ നടക്കുന്നുണ്ട്. ഒന്നും പഠിക്കാത്തവർ വളരെ ഉയർന്ന നിലയിലുമുണ്ട്. അതെന്താണ് വരുന്നത് എന്നുള്ളതിന് ഈ പുതിയ കാലത്തൊന്നും നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മതി. ഇന്ന് സർട്ടിഫിക്കറ്റിനേക്കാൾ വാല്യൂ സ്കില്ലിനാണ്. സ്കില്ലിനാണ് വാല്യൂ, അല്ലാതെ സർട്ടിഫിക്കറ്റിനല്ല. കാരണം നിങ്ങൾ ഏത് കോഴ്സ് പഠിച്ചാലും അതിൽ നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് ആവണം. അല്ലാതെ നിങ്ങളൊരു കോമൺ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയും വാല്യൂ ഉണ്ടാവില്ല, നിങ്ങൾക്ക് എവിടെയും എത്താൻ പറ്റില്ല. കാരണം നിങ്ങൾ ഇന്നത്തെ ഇൻഡസ്ട്രികൾ നോക്കിയാൽ മതി. ഒരൊറ്റ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു സാധനം 1000 രൂപക്കും അതേപോലെയുള്ള ഒരു സാധനം, സെയിം സാധനം 1,00,000 വിൽക്കുന്നവരുണ്ട്. 1,00,000 വിൽക്കുന്നവൻ അതിൽ എക്സ്പേർട്ട് ആയിരിക്കും, അതേപോലെ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. ചിലപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. പക്ഷേ ഈ താഴെ നിൽക്കുന്നവൻ, ഈ കോമൺ ആയിട്ട് 1000 രൂപക്കൊക്കെ വിൽക്കുന്നവന് എല്ലാം ഉണ്ടാവും, സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതെന്താക്കേണ്ടതെന്ന് അറിയില്ല. അവരതിലൊന്നും സ്കിൽഡ് ആയിട്ടില്ല. നമ്മൾ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചിറങ്ങി എന്നുള്ളതിലല്ല, നമ്മളത് സ്പെഷ്യലൈസ്ഡ് ആയോ, എക്സ്പേർട്ട് ആയോ എന്നാണ് ചിന്തിക്കേണ്ടത്. വീണ്ടും അത് ചെയ്ത് റിപ്പീറ്റ് ആയിട്ട് പഠിച്ച് ചെയ്ത് 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 അങ്ങനെയാണ് നമ്മൾ അതിൽ എക്സ്പേർട്ട് ആവേണ്ടത്. അതുകൊണ്ട് ഒരു കോഴ്സ് എടുക്കുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് എന്തെടുക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഉചിതമായ തീരുമാനമായിരിക്കണം. ഓരോരുത്തരോടും നിങ്ങൾ അഭിപ്രായം സ്വീകരിക്കുക, പക്ഷെ തീരുമാനം നിങ്ങളുടേതായിരിക്കണം. കാരണം നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിലെ ഏറ്റവും മെയിൻ ഡിസിഷൻ ആയിരിക്കും, ഒരു സ്റ്റാർട്ടിങ് ആക്സസ് ആയിരിക്കും ഇത്. അതുകൊണ്ട് കൃത്യമായിട്ട് ചിന്തിച്ച് ദിവസങ്ങളോളം കൃത്യമായി പഠിച്ചിട്ട് നിങ്ങൾ അത് എടുക്കുക. ഒരാളെയും അനുകരിച്ചു കൊണ്ടാവരുത്. നിങ്ങൾക്ക് പാഷൻ ഉണ്ടോ, പൊട്ടൻഷ്യൽ ഉണ്ടോ, ഇന്ന് അവസരങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാവണം നിങ്ങൾ അത് എടുക്കേണ്ടത്. പാരൻസിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ കുട്ടികളെ അവരുടെ വഴിക്ക് വിടണം. അവർക്ക് സ്വയം തിരഞ്ഞെടുക്കാനുള്ള കഴിവ്, ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങൾ നൽകണം. അല്ലാതെ നിങ്ങൾ അവരെ പ്രഷർ ചെയ്യരുത്.